എല്ലാവർക്കും നമസ്കാരം. ഒരു അടിപൊളി ഒന്നാം പിറന്നാളും അതിനുവേണ്ടി തയ്യാറാക്കിയ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബട്ടർ സ്കോച്ച് കേക്ക് തയ്യാറാക്കാനായിട്ട് 2 മുട്ടയുടെ ആവശ്യമുണ്ട്. അത് ഞാനിവിടെ ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇതിപ്പോൾ ബീറ്റ് ചെയ്ത് കറക്റ്റായി. ഇനി ഞാനിതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യണമെന്ന്. കണ്ടൻസ്ഡ് മിൽക്ക് വേണമെന്ന് നിർബന്ധമില്ല. അതിന് പകരം ഐസിങ് ഷുഗറോ അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതോ ആഡ് ചെയ്താൽ മതി. ഞാൻ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണില്ല. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ബട്ടർ സ്കോച്ച് എസൻസ് 1 ടീസ്പൂണ് ആഡ് ചെയ്യാം. ഇതിലെന്തായാലും ബട്ടർ സ്കോച്ച് എസൻസ് ആഡ് ചെയ്യേണ്ടതാണ്, എങ്കിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്കിത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യണം, കാരണം നമ്മൾ ഇനി ഇതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള മൈദമാവ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളത് ബീറ്റ് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കറക്റ്റായി. ഇനി നമുക്കിതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള 1/4 കപ്പ് മൈദമാവ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദമാവ് ഞാൻ 2-3 പ്രാവശ്യം നന്നായിട്ട് അരിച്ച് വെച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും അതുപോലെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, റെഡ് ഫോറസ്റ്റ്, മാർബിൾ കേക്ക്, റെയിൻബോ കേക്ക്, അങ്ങനെ പലതരത്തിലുള്ള കേക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് വിശദമായിട്ട് കാണിക്കുന്നതുകൊണ്ട് ഞാനിത് കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ കാണാത്തവർ ദയവായി അതൊന്ന് കാണണം, ട്രൈ ചെയ്യണം. നമുക്കിതിൻ്റെ ബാറ്റർ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ അതാവാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് പാലോ അല്ലെങ്കിൽ ഓയിലോ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് സ്വല്പം സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യണത്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റാക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ കറക്റ്റായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ഫ്രൈ പാനിലാണ് നമ്മൾ കേക്ക് തയ്യാറാക്കണത്. അതിനായിട്ട് ഞാൻ ഫ്രൈ പാനിൽ സ്വല്പം എണ്ണ തടവിയിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് നമ്മൾ അതിലാണ് ഈ ബാറ്റർ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണത്. ഇത് നമ്മൾ ഈ സമയത്ത് ഇരുമ്പ് തട്ട് ചൂടാക്കാനായിട്ട് വെച്ചിരിക്കണം. ഒരു 10-15 മിനിറ്റ് നേരം നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തട്ട് ചൂടായിരിക്കണം. ഇത് വെച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് 20-25 മിനിറ്റിനുള്ളിൽ കേക്ക് റെഡിയാവും. അപ്പോൾ നമുക്കിതിലേക്ക് എല്ലാം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അടച്ച് വെയിറ്റ് വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബട്ടർ സ്കോച്ച് സോസ് തയ്യാറാക്കണം. ആയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ട് കാരമലൈസ് ചെയ്യാണ്. പഞ്ചസാര ഉരുകി കറക്റ്റായി തുടങ്ങി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കാരമലൈസ് ചെയ്ത് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ബട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാണ്. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം ഫ്രഷ് ക്രീം ആയാലും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കണം. ഗ്യാസ് ഓഫ് ചെയ്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ആയതിന് ശേഷം അപ്പോൾ തന്നെ നമ്മളിത് അടുപ്പിൽ നിന്ന് മാറ്റി ഇളക്കി ചൂടാറ്റേണ്ടതാണ്. ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കാണാത്തവർ ദയവായി അത് കണ്ട് ട്രൈ ചെയ്യണം. അടുത്തതായി നമുക്കിതിലേക്ക് പ്രൊളൈൻ തയ്യാറാക്കണം. അതിനായിട്ട് കപ്പലണ്ടി മാത്രം വെച്ചായിട്ടും ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ എല്ലാ ഇതും എടുക്കുന്നുണ്ട്. അതായത് അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, കപ്പലണ്ടി ഇതെല്ലാം വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമില്ല. അപ്പോൾ പക്ഷേ ഒത്തിരി ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാനിതെല്ലാം ചെയ്യുന്നുണ്ട്. ഞാനിത് നന്നായിട്ട് വറുത്ത് വെച്ചതാണ്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി പൊടിയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി. ഒന്നുകിൽ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അമർത്തി പൊടിക്കാം, അല്ലെങ്കിൽ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അതൊക്കെ നിങ്ങളുടെ താല്പര്യം. ഞാനിതൊന്ന് പൊടിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ പൊടിച്ച് കറക്റ്റായിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി പ്രൊളൈൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് ഒന്ന് കാരമലൈസ് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് പ്രൊളൈൻ തയ്യാറാക്കി ആഡ് ചെയ്യാനായിട്ട് ഒരു പാത്രം റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ സ്വല്പം എണ്ണ തടവി കറക്റ്റാക്കി വെക്കുകയാണ്. ഇത് തയ്യാറാവുമ്പോൾ അതിലേക്ക് ഒഴിച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. പഞ്ചസാര അങ്ങനെ ഉരുക്കി കാരമലൈസ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യാനുസരണം ബട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ബട്ടർ ഇതിൽ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള നട്ട്സ് ആഡ് ചെയ്ത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
5 മിനിറ്റിൽ തന്നെ ഇത് സെറ്റായി. ഞാൻ 3-4 കഷ്ണം പൊട്ടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നേരത്തെ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെക്കുന്നുണ്ട്. കേക്കിലേക്കുള്ള വിപ്പിംഗ് ക്രീം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കാണാത്തവർ അത് കണ്ട് മനസ്സിലാക്കണം. ഇനി നമുക്ക് കേക്കെല്ലാം കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കാം. കേക്കിനെ ഞാൻ 3 ഭാഗമായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാര സിറപ്പ് ആഡ് ചെയ്ത് അതിൻ്റെ മേലേക്ക് നമ്മൾ ബട്ടർ സ്കോച്ച് സോസ് ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഒരു സ്റ്റെപ്പ് പൂർത്തിയാക്കണത്. നമ്മളിനി വീണ്ടും ഒരു സ്റ്റെപ്പും കൂടെ കേക്ക് വെച്ച് മുന്നേ ചെയ്ത പോലെയൊക്കെ ചെയ്യണം. പിന്നെ രണ്ടാമതും ഒരു സ്റ്റെപ്പും കൂടെ വെച്ച് ആണ് 3 പ്രാവശ്യം നമ്മൾ കേക്ക് വെച്ച് എല്ലാം ചെയ്ത് കറക്റ്റാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പ്രൊലൈൻ ഉണ്ടല്ലോ, അത് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ, അത് അതിൻ്റെ അരിവശത്തൊക്കെ അപ്ലൈ ചെയ്യാണ്. നമുക്ക് അതിൻ്റെ കൂടെ ഞാൻ സ്വല്പം വൈറ്റ് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒത്തിരി കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടാനാണ്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ഇത് മാത്രം ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തത് അതിൻ്റെ സൈഡിലൊക്കെ അപ്ലൈ ചെയ്യാണ്. അതിനുശേഷം നമുക്ക് നോസിൽ ഉപയോഗിച്ചിട്ട് ചെറിയ പൂക്കളൊക്കെ തയ്യാറാക്കാം. ഇനി അതിലേക്ക് നമ്മൾ പ്രൊളൈൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഓരോന്ന് കുത്തി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കേശുട്ടൻ്റെ 1ാം പിറന്നാളിന് കട്ട് ചെയ്യണ കേക്കായതുകൊണ്ട് ഞാനിതുമേ കേശുകുട്ടനും കൂടി എഴുതുന്നുണ്ട്. ഞങ്ങൾ അടിപൊളി സദ്യയൊക്കെ ഒരുക്കിയിട്ടാണ് ഈ പിറന്നാൾ ആഘോഷിച്ചത്. മോള് ഇങ്ങോട്ട് നോക്ക്. കേക്ക് ഇഷ്ടായാ? എല്ലാവരും കേക്ക് കഴിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദയവായി ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും കേക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ദയവായി ട്രൈ ചെയ്യണം. നന്ദി, നമസ്കാരം.